നന്ദിയുള്ളവരാകുക എന്നതാണ് ഈ ഒരു ചെറിയ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നന്ദികേടിൻ്റെ വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം എന്താ നന്ദികേട്. പല പ്രവാസികളും പറയാറുള്ള വാക്കാണത്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിന് വേണ്ടി ഒരുപാട് ചെയ്തു. ഒരു നന്ദിയുള്ള വാക്ക് പോലും ഒരാൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സാഹചര്യം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാൾ പോലും നാട്ടിൽ നിന്ന് എത്ര ആളുകൾക്ക് എത്ര ഉപകാരങ്ങൾ ചെയ്തു. പക്ഷേ ഒരാൾ ഒരു കോൾ പോലും വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അയച്ചിട്ട് അവിടെ പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിനക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രയാസമുണ്ടോ, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ആടെ യുദ്ധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പോലും ചോദിക്കുന്നില്ല. അങ്ങനെ നന്ദി കെട്ട മനുഷ്യന്മാരെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇവിടെ എന്താണ് നന്ദി, എന്താണ് നന്ദി കെടുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. നന്ദി കെടുന്നതെന്നറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യം. പക്ഷേ നന്ദി എന്താണ്? നമ്മളെന്നും നന്ദിയുള്ളവരാകുക. ഗ്രാറ്റിറ്റ്യൂഡ് അത് നന്ദിയുള്ളവരാകുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ ചെറിയ സംസാരം കൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നോക്കുന്നത്. ആദ്യമായി നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടാകണം. നമുക്ക് വായുവും വെള്ളവും നൽകി, സുഖവും സൗകര്യങ്ങളും നൽകി, ഏകകോശ ജീവിയായ അമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമ്മീങ്കരം വരെയുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച്, നദികളും അരുവികളും തോട്ടങ്ങളും പുഴകളും അതുപോലെ എത്ര പുഷ്പങ്ങളാണ് നമുക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ചത്. നമുക്ക് കാണാൻ വേണ്ടി, കണ്ണിന് വേണ്ടി മാത്രം. എത്ര മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി മാത്രം, ആ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം. അതുപോലെ എത്ര ഗന്ധങ്ങളാണ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെല്ലാം സൂര്യൻ്റെ ഉദയം അസ്തമയം അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല കുടുംബം നൽകി, മക്കളെ നൽകി, മാതാപിതാക്കൾ നൽകി, നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇതെല്ലാം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ. അതിന് നമ്മൾ നന്ദിയുള്ളവരാകുക. ദൈവം തന്നെ പറയുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതേപോലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഭക്ഷണം, നല്ലൊരു ഭക്ഷണം നമുക്ക് കൈകളിലേക്ക് എത്തുന്നു. എത്ര ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഒരു വസ്ത്രം, നമ്മളൊരു പുതിയ വസ്ത്രം വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ പിന്നിൽ എത്ര ആളുകളുടെ പ്രയത്നങ്ങളുണ്ട്, എത്ര കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി, അതുപോലെ നമുക്ക് ഉപകാരം ചെയ്തു തന്ന ആളുകൾ, നമുക്കൊരാളുകൾ ചെയ്തു തന്ന ഉപകാരങ്ങൾ, എത്ര ഉപകാരങ്ങൾ ചെയ്തു തന്നു, എത്ര അറിവുകൾ ഒരാൾ പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാത്തിനും നന്ദി നമ്മളുണ്ടായിരിക്കുക. എല്ലാത്തിനും നമുക്ക് ഭക്ഷണം നൽകി, അതുപോലെ നമുക്കൊരു ഉപകാരം ചെയ്തു, നല്ല വാക്ക് ഒരാൾ പറഞ്ഞു, നല്ലൊരു ക്ലാസ് പറഞ്ഞു തന്നു, നല്ലൊരു സംസാരം പറഞ്ഞു തന്നു. അതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കാണുക, നന്ദിയോട് കൂടി സ്മരിക്കാൻ വേണ്ടി ഇതെല്ലാം നമുക്ക് സാധിക്കുക. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ? നമുക്കെന്താണ് ഗുണം? ഇതൊക്കെ ചെയ്തുകൊണ്ട്, ഇതൊക്കെ നന്ദിയോട് കൂടി സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉറക്കമില്ലായ്മ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ദുരിതങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മാഞ്ഞു പോകും. ഒരു ഭയങ്കരമായ പ്രോസസ്സാണ്. വിശദീകരിച്ച് ഒരുപാട് പറയേണ്ടി വരും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ നടക്കുന്നത് തലച്ചോറിൽ ഭയങ്കരമായ പ്രോസസ്സാണ് നടക്കുന്നത് നന്ദിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മാറ്റമുണ്ടാകും. നമുക്ക് നല്ല ഉറക്കമുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും, നല്ലൊരു സമാധാനം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. വലിയ ബുദ്ധിമുട്ടും ടെൻഷനും പ്രഷറും എല്ലാം തനിയെ ഒരു കുറഞ്ഞതായ രീതിയിൽ ഒരു റീഡിവേറ്റിംഗ് നമ്മൾ പറയാറില്ല, ഒരു മാറ്റം, ഒരു പുതിയ ജീവിതം പോലെ നമുക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ഇതുണ്ടെന്ന്, മോശമായ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് കരുതുക, അതുപോലും മാഞ്ഞു പോകും. പല ഡിപ്രഷനുകളുടെ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഡിപ്രഷൻ വരെ മാറിപ്പോകാൻ കാരണമാകുന്നത് ഈ നന്ദിയോട് കൂടി ജീവിക്കുക എന്നത് നിങ്ങളുടെ പല ദുശ്ശീലങ്ങളും മാറ്റാൻ സഹായിക്കും.